ഇപ്പോൾ ഡിയർ MSc സ്റ്റുഡൻസ്, ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ 6ാമത്തെ വർക്ക് എസെൻട്രിക് ട്രെയിനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെയ്ത്തിൽ ചെയ്യാവുന്ന പലതരം വർക്കുകൾ നമ്മൾ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് ഇൻ എ ലെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ സെക്കൻഡ് ഇയറിലെ മാനുവലിൽ ഉണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് എസെൻട്രിക് ട്രെയിനിങ് കേട്ടോ. എസെൻട്രിക്, വാട്ട് ഈസ് എസെൻട്രിക്? Something working out of center. Okay, out of center with respect to the axis. അതാണ് എസെൻട്രിക്. ഓക്കെ, നമ്മൾ സാധാരണ പറയുക ആളൊരു എസെൻട്രിക്കാന്ന് പറയുന്നത് അതേമാതിരി എസെൻട്രിസിറ്റി. ഓക്കെ, ആ എസെൻട്രിസിറ്റി എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്കിനെ സെറ്റ് ചെയ്തിട്ട് മെഷീൻ ചെയ്യുന്നു. ലെയ്ത്തിൽ ചെയ്യുക. ഓക്കെ, ലെയ്ത്തിൽ മെഷീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുക, സാധാരണ നമ്മൾ ലെയ്ത്തിൽ ഉപയോഗിക്കാവുന്ന ആ എസെൻട്രിക് ചെയ്യാനുള്ള പല ഉപകരണങ്ങളുണ്ട്. ഫേസ് പ്ലേറ്റ് ഫിക്സ് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഫോർജോ ചക്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗാഡ്ജറ്റിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ എക്സെൻട്രിസിറ്റി കൂടുതലാണ് ഒരു ഗാഡ്ജറ്റിൽ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ റൊട്ടേറ്റ് ചെയ്ത് മെഷീൻ ചെയ്യാം. അങ്ങനെ പല മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 വീഡിയോസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ആ 2 വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. അത് നിങ്ങൾ കാണാം. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ കോളേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലെയ്ത്തിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു 4 സൈഡിലുള്ള ഒരു ക്യൂബിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസെൻട്രിക് മെഷീൻ ചെയ്യുന്നത്. അത് നമുക്ക് റൗണ്ടിൽ മെഷീൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്യൂബ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, അത് കാരണം കൊണ്ടാണ് നമ്മൾ ക്യൂബ് എടുത്തത്. അപ്പോൾ ഈ ക്യൂബിൽ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഫോർജോ ചക്കിൽ ഫിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫോർജോ ചക്കിൽ ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഫോർജോ ചക്ക് എന്താണ്? ഫോർജോ ചക്ക് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ചക്ക്. 4 ജോയും ഇൻഡിപെൻഡന്റ് ആയിട്ട് മുകളിലേക്കും താഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഈ എസെൻട്രിക് ബോസ് ഇതാണ് എസെൻട്രിക്കിന്റെ ബോസ്. ഓക്കെ, ഒരു 5 mm ബോസ് ആണ്. ആ ബോസിന്റെ സെന്റർ ലൈൻ. ഓക്കെ, അതിനെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫോർജോ ചക്കിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ സർഫസ് ഗേജ്. ഓക്കെ, സർഫസ് ഗേജ് കഴിക്കാൻ നമ്മൾ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കൂ, ഇതിലിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താ മനസ്സിലാക്കേണ്ടത്, ഫോർജോ ചക്ക് എങ്ങനെയാണ് ഫോർജോ ചക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ അതിൽ കിടക്കുന്നതൊക്കെ എന്താണ്, 3ജോ ചക്കുകളാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സ്പിൻഡിൽ നിന്ന് ആ 3ജോ ചക്കിനെ കഴിച്ചെടുത്തിട്ട് ഒരു ഫോർജോ ചക്ക് ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഫോർജോ ചക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്യൂബിനെ അതിൽ കൊണ്ട് ഫിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം വരാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കിക്കോളും. അപ്പോൾ നമ്മുടെ 6ാമത്തെ മോഡലാണ് എസെൻട്രിക്. ഓക്കെ, അപ്പോൾ ഈ എസെൻട്രിക്കുകൾ എവിടെയൊക്കെയാണ് എസെൻട്രിക്സ് ഉണ്ടാവുക? സ്റ്റീം എഞ്ചിനിൽ നോക്കൂ, നമ്മുടെ വാൾവ് ഗിയർ ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ മൂവ്മെന്റ് എല്ലാ എസെൻട്രിക്കുകളും നടക്കും. സ്റ്റീം എഞ്ചിന്റെ കണക്റ്റിംഗ് റോഡ്, അതൊരു ക്രാങ്ക്, അത് ദാറ്റ് ഈസ് ഓൾസോ വർക്കിംഗ് വിത്ത് എസെൻട്രിസിറ്റി. ഓക്കെ, അതായത് ക്രാങ്കിന്റെ സ്റ്റീം എഞ്ചിന്റെ. അപ്പോൾ ഡീസൽ എഞ്ചിന്റെ ആണെന്നുണ്ടെങ്കിലും ചെറിയ എന്താണ് ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ്, അതൊക്കെ എസെൻട്രിക്കുകളിലും. അപ്പോൾ അതേപോലെ മറ്റെന്താണ് ക്രാങ്ക് ഷാഫ്റ്റ്, അതിലൊക്കെ എന്താണ് എസെൻട്രിക്കുകളാണ്. ആ ക്രാങ്ക് ഷാഫ്റ്റുകൾ എന്താണ്, ഓരോ സിലിണ്ടറിന്റെയും ഫയറിംഗ് ഓർഡറിനനുസരിച്ചായിരിക്കും അതിന്റെ ക്രാങ്കുകൾ മെഷീൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, മെയിൻ ക്രാങ്കുകൾ. അതിനനുസരിച്ച് അതിന്റെ ഒരു ബേസിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ എസെൻട്രിക് എങ്ങനെ മെഷീൻ ചെയ്യുന്നത്, ഫോർജോ ചക്കിൽ എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, അപ്പോൾ എസെൻട്രിക് എവിടെ വരും, നമ്മൾ മാക്സിമം സ്റ്റീം എഞ്ചിൻ പല മെക്കാനിസത്തിൽ എന്താണ് ഒരു ഒരു സിസ്റ്റത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ എസെൻട്രിക്കുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളിവിടെ പല വിധത്തിലും കാണാൻ പറ്റിയ എസെൻട്രിക്സ്. നമ്മുടെ ക്യാം ഉണ്ടല്ലോ, ഓട്ടോമൊബൈൽ എഞ്ചിൻ്റെ ക്യാം, ദാറ്റ് ഈസ് ഓൾസോ ആൻ എസെൻട്രിക്. ഓക്കെ, എസെൻട്രിക്കിന്റെ അതിന്റെ പ്രൊഫൈൽ എന്താണ്, ആ പ്രൊഫൈലിന്റെ മുകളിൽ കൂടെ ആ പുഷ് റോഡ്, ദാറ്റ് ഈസ് ഫുൾ റോഡോ പുഷ് റോഡാണെന്നുണ്ടെങ്കിൽ അതിനെ മുകളിലേക്കും താഴത്തേക്കും നല്ല ദാറ്റ് ഈസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി. ഓക്കെ, അതേമാതിരി തന്നെയാണ് ഇതും. അപ്പോൾ നോക്കിക്കോളൂ എന്താണെന്ന് വെച്ചാൽ, ഈ എസെൻട്രിക് ബോസ് ഉണ്ടാക്കലാണ് നമ്മൾ പണി. അപ്പോൾ അതിലെന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വർക്ക് പീസിന്റെ ഒരു ഫേസിൽ നമ്മൾ ചോക്ക് ചെയ്യുന്നു. ഓക്കെ, ചോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ സെന്റർ ലൈൻ മാർക്ക് ചെയ്യുന്നു. അതായത് ഏത് സെന്റർ ലൈനാണ് മാർക്ക് ചെയ്യുന്നത്, സ്പിൻഡിലിന്റെ ആക്സിസ്. അതായത് ദാറ്റ് ഈസ് ലെയ്ത്തിന്റെ സ്പിൻഡിലുണ്ടല്ലോ, ഹോളോ സ്പിൻഡിലിന്റെ ആക്സിസ്, അതാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് മാർക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, എസെൻട്രിസിറ്റി എത്രയാണ് പറഞ്ഞത്, എസെൻട്രിസിറ്റി എന്താണ്, 10 mm ആണ്. 10 mm. ഓക്കെ, ആ 10 mm എസെൻട്രിസിറ്റിയിൽ ഒരു ലൈൻ വരയ്ക്കണം.
പിന്നെ നമ്മുടെ ബ്ലോക്കിനെ തിരിച്ചു വെച്ചിട്ട് ഇതിന്റെ സെന്റർ ലൈനിൽ വേറൊരു ലൈൻ വരും. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ നമുക്കൊരു ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടും. ആ പോയിന്റ് ആണ് ഈ എസെൻട്രിക് ബോസിന്റെ സെന്റർ ലൈൻ. ഓക്കെ, അപ്പൊ എന്താണ് ഈ എസെൻട്രിക് ബോസിന്റെ സെന്റർ ലൈൻ ഏതിനോട് കോയിൻസൈഡ് ചെയ്യണം? നമ്മുടെ ലെയ്ത്തിന്റെ സ്പിൻഡിലിന്റെ ആക്സിസിനോടും ടെയിൽ സ്റ്റോക്കിന്റെ സ്പിൻഡിലിന്റെ ആക്സിസും രണ്ടും ഒന്നായിരിക്കും, അതിനോട് കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് അത് ഞാനത് മെഷീനിൽ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളിവിടെ അതിന്റെ തിയറി പാർട്ട് പറഞ്ഞ ശേഷം മെഷീനിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നോക്കൂ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ ചെയ്യണം അത്. ഓക്കെ, നോക്കി കൊടുക്കാം. നമുക്ക് എന്താണ് ഈ എസെൻട്രിക് ബോസ് കണ്ടോ? ഈ എസെൻട്രിക് ബോസ് എങ്ങനെയാണ് നമ്മുടെ ഈ സർഫസ്, ദാറ്റ് ഈസ് ഫേസ് ചെയ്യുന്ന സർഫസിൽ നിന്ന് 5 mm പുറത്തേക്ക് തള്ളി നിൽക്കണം. 5 mm പുറത്തേക്ക് തള്ളി നിൽക്കണം. അപ്പൊ അവിടെ ഏത് ടൂളാണ് ഉപയോഗിക്കാം? യു ക്യാൻ യൂസ് എ പാർട്ടിംഗ് ടൂൾ. പാർട്ടിംഗ് ടൂൾ ആകുമ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടിംഗ് ടൂളിന് 100% ഇവിടെ 90 ഡിഗ്രി കിട്ടില്ല. ഓക്കെ, ടു അവോയ്ഡ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 60 ഡിഗ്രി കട്ടിംഗ് ആംഗിളുള്ള, ദാറ്റ് ഇസ് ടൂൾ ആംഗിളുള്ള ഒരു വി ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ലെയ്ത്തിൽ ഇങ്ങനെ നമ്മൾ ചക്കിൽ ഫിറ്റ് ചെയ്തു, വി ടൂളിനെ നമ്മൾ ഇങ്ങനെ ഒരു ആംഗിളിൽ ഫിറ്റ് ചെയ്തു. അപ്പൊ എന്താണ് 60 ഡിഗ്രി ടൂൾ വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്ത് 15 ഡിഗ്രി ക്ലിയറൻസ് കിട്ടും, ഈ പുറത്തും 15 ഡിഗ്രി ക്ലിയറൻസ് കിട്ടും. ആ പോയിന്റ് ചെന്നിട്ട് എന്തായിരിക്കും, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ നെക്കിൽ പോയിട്ട് കറക്റ്റായിട്ട് ആംഗിൾ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ സോ മെനി മെത്തേഡ്സ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഫിക്സിംഗ് വർക്ക് ഓൺ ദി ഫോർജോ ചക്ക്. ഓക്കെ, പിന്നെന്താണ് സെൻട്രലൈസ് ദി എസെൻട്രിക് ബോസ് വിത്ത് ദി സ്പിൻഡിൽ ആക്സിസ്. ഓക്കെ, അതിനോട് പോയിന്റ് സൈഡ് ചെയ്ത് കൊണ്ടുവരിക. അതിന്റെ ശേഷം നമ്മൾ വർക്കിന് ഫോർജോ ചക്ക് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്ത ശേഷം ഒരു വി ടൂൾ ഫിറ്റ് ചെയ്യണം. ഏതില്? നമ്മുടെ ടൂൾ പോസ്റ്റിൽ. എന്നിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നു. ഫേസ് ചെയ്ത ശേഷം നോക്കൂ, ഇതിൽ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞത് നോക്കിക്കോളൂ. ഇതിന്റെ സൈസ് എന്താ പറഞ്ഞോ, 24.817. 24.817 ആണ്. ആക്ച്വലി നമ്മുടെ വെർനിയർ കാലിപ്പറിൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും നമുക്ക് 24.82 എടുക്കാം. ഓക്കെ, 82 എടുക്കാം. ഏതിൽ? വെർനിയർ കാലിപ്പറിൽ എടുക്കാം. ഓക്കെ, 24.82 എടുക്കാം. 82-ലെ ഒരിക്കലും എന്താ ബോസിലെ ക്ലിയറൻസ് ഒരിക്കലും സൈസ് കൂടാൻ പാടില്ല. കുറയാം. എത്ര കുറയാം? 13 മൈക്രോൺ കുറയാം. ഓക്കെ, അതാണ് നമ്മുടെ സൈസ്. എസെൻട്രിക് ബോസിന്റെ സൈസ്. ഓക്കെ, ഡയമീറ്റർ എത്രയാണ്? 24.817 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ആ ബോസിന്റെ ഹൈറ്റ് എത്രയാണ്? 5 mm ആണ്. ഓക്കെ, 5 mm. ഓക്കെ, ബോസിന്റെ ഹൈറ്റ് 5 mm കേട്ടോ. സോ 5 mm ആൻഡ് 24.817 ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടൂൾ ഇങ്ങനെ കറക്റ്റായി അടുപ്പിച്ച് ഫേസ് ചെയ്ത് എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ബോസിന്റെ ഡയമീറ്ററിനേക്കായി കുറച്ച് താഴ്ന്ന വിധത്തിൽ ഒരു സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ടായിരിക്കും. ആ സർക്കിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർഫസ് ഗേജ് വെച്ചിട്ട് സെന്റർ ചെയ്യുന്നത്. ഓക്കെ, സെന്റർ ചെയ്ത ശേഷം ടൂൾ പോസ്റ്റ് ഫിറ്റ് ചെയ്യണം. ടൂൾ പോസ്റ്റിൽ വർക്ക് ഫിറ്റ് ചെയ്യണം, ടൂൾ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഈ ആംഗിളിൽ വെക്കുന്നു. ഈ ആംഗിളിൽ എന്താണ് 15 ഡിഗ്രി നമുക്ക് എന്താണ് ഇവിടെ ഇങ്ങനെ ടൂൾ കട്ട് ചെയ്യുന്ന സമയത്ത് 15 ഡിഗ്രി അപ്പുറം കിട്ടും. നെക്ക് കറക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 18 ദാറ്റ് ഈസ് എന്താണ് 24.817 വരാം, 24.82 or 83 ഒക്കെ എടുക്കാം നമ്മൾ വെർനിയർ കാലിപ്പർ. എന്നിട്ട് നമ്മൾ അതിൽ കൊണ്ടുവരും. ഓക്കെ, അതിലേക്ക് മെഷീൻ ചെയ്തിട്ട് നമ്മൾ വെർനിയർ കാലിപ്പറിന് 83 വെച്ചിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെ എടുത്ത ശേഷം പിന്നെ നമ്മൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇതിന് മെഷറിങ്ങിന്. ഇത്രയും കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ ഒരിക്കലും വെർനിയറിൽ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് ഇത്രയും പെർഫെക്ഷൻ ആവശ്യമാണ്. ആക്ച്വലി സിലബസിൽ പറയുന്ന ക്രാങ്ക് എസെൻട്രിക് മെഷീനിങ് മാത്രമേ പറയൂ, എസെൻട്രിക് ട്രെയിനിങ് പറയുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു അഡീഷണൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്നാപ്പ് ഗേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പഠിച്ചിട്ടുണ്ടാവും സ്നാപ്പ് ഗേജ്. സോ സ്നാപ്പ് ഗേജ് എടുത്ത് നോക്കുമ്പോൾ എന്താണ്, ഈ സ്നാപ്പ് ഗേജിന് എന്താണ് ഒരു ഗോ ആൻഡ് നോ ഗോ ഉണ്ട്. ഓക്കെ, ഒരു ഗോ ആൻഡ് നോ ഗോ. അത് നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കണ്ടോ, ഈ സ്റ്റെപ്പിൽ എന്താണ്, ആദ്യത്തെ ഗോ ആണ്, രണ്ടാമത്തെ നോട്ട് ഗോ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞൊന്നും വേണ്ട, മെഷർ ചെയ്യാൻ എന്താണ്, ഈ സ്നാപ്പ് ഗേജ് ഇട്ട് നോക്കിയാൽ മതി. സ്നാപ്പ് ഗേജിന്റെ ഈ ആദ്യത്തെ പാർട്ട് കയറണം, രണ്ടാമത്തെ പാർട്ട് കയറാൻ പാടില്ല. അത്രയും പെർഫെക്ഷൻ നമുക്ക് ആവശ്യമാണ്. എന്തിനാണ് അത്രയും പെർഫെക്ഷൻ ആവശ്യം? നിങ്ങളുടെ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു നോളജ് കിട്ടാൻ പറ്റും. ഇൻഡസ്ട്രിയിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ വെർനിയർ കാലിപ്പർ വെച്ചിട്ടൊക്കെ മെഷർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ പറ്റും? ഇല്ല. വെർനിയർ കാലിപ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, 24.8
2 or 8.3 or 8.4 ഒക്കെ എടുക്കും. ഓക്കെ, വെർനിയർ കാലിപ്പേഴ്സ്. അതിന്റെ ശേഷം നമ്മൾ വീണ്ടും ഫൈൻ മെഷീനിങ് ചെയ്ത് സ്നാപ്പ് ഗേജ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഗോ കയറുന്നു, നോട്ട് ഗോ കയറാണ്. ഓക്കെ, അതാണ് നമ്മുടെ പ്രോസസ്സ്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫോർജോ ചക്കിനെ പറ്റി നമുക്ക് ഒരു ചെറിയൊരു ഇത് പറയാം. ഫ്രീജോ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി, അതിൻ്റെ ഉള്ളിൽ ഒരു സ്പൈറൽ ത്രെഡാണ്. 3 ജോയും എന്താണ് ആ സ്പൈറൽ ത്രെഡിലേക്കാണ് പോയി പിടിക്കുന്നത്. അപ്പം 3 ജോയും ആക്ച്വലി സൈമിൾട്ടേനിയസ് ആയിട്ട് പിന്നാക്കം പോവുകയും മുമ്പിലേക്ക് വരികയും ചെയ്യും. ഏതിന്റെ ഫ്രീജോ ചക്കിന്റെ. ഫോർജോ ചക്കിന്റെ എന്താണ്, ഇൻഡിവിജ്വൽ ഓരോ പിന്നെ ചക്കിന്റെ ജോക്കും ഓരോ ത്രെഡുകളാണ്. ഓക്കെ, സ്ക്വയർ ത്രെഡ് ആയിരിക്കും. ആ സ്ക്വയർ ത്രെഡ് ഇൻഡിവിജ്വൽ ആയിട്ടിരിക്കുമ്പോഴാണ് ജോ മുകളിലേക്ക് വരുന്നത്, താഴത്തേക്ക് പോകുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ ആണ് ഫോർജോ ഇൻഡിപെൻഡന്റ് ചക്ക്. ഓക്കെ, ആ ഫോർജോ ഇൻഡിപെൻഡന്റ് ചക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എസെൻട്രിക് ടേണിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് കാര്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ പറയാനുള്ളൂ. പിന്നെന്താണ് അതിൽ നമ്മൾ നെക്സ്റ്റ് എന്താണ്, നമുക്ക് മാർക്കിംഗ് ആണ്. മാർക്കിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സർഫസ് പ്ലേറ്റിൽ, അതായത് സർഫസ് പ്ലേറ്റിൽ നമ്മൾ വെർനിയർ ഹൈറ്റ് ഗേജ് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. അത് നോക്കാം. നമുക്കിനി എന്താണ് ചെയ്യേണ്ടത്, മാർക്കിംഗ് ആണ്. അപ്പൊ എസെൻട്രിസിറ്റി എത്രയാണ്, 10 mm. ഓക്കെ, ഫ്രം വെയർ, സെന്റർ ഓഫ് ദി ആക്സിസ്, ഏതിന്റെ ലെയ്ത്തിന്റെ സ്പിൻഡിലിന്റെ സെന്റർ ലൈനിൽ നിന്ന് എസെൻട്രിസിറ്റി 10 mm ആണ്. ആ എസെൻട്രിസിറ്റി നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം, അതാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ സെന്ററിൽ ആദ്യമായിട്ട് ഒരു പൊസിഷനിൽ വെച്ചിട്ട് ആദ്യം ഇതിലത്തെ എന്താ വേണ്ടത്, 0 എറർ കറക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ 0 മാച്ച് ആവണം. ഓക്കെ, ഈ സ്കെയിലിലത്തെ 0യും നമ്മുടെ വെർനിയർ സ്കെയിലിലെ 0യും എന്താവണം, 0യിൽ നിൽക്കണം. ഓക്കെ, അങ്ങനെ ആക്കി കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് നേരെ കൊടുന്ന് വെർനിയർ ഹൈറ്റ് ഗേജിന് നേരെ കൊടുന്നിട്ട് നമ്മൾ ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എത്രയാണ് എടുക്കുക, ടോട്ടൽ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എത്രയാണ് വന്നിരുന്നത്, 49.5 ഉണ്ട്. ഇപ്പോൾ 49.5ലാണ് ഇരിക്കുന്നത്. ഓക്കെ, 49.5ന്റെ നേരെ പകുതി എടുക്കണം. അപ്പോൾ എത്ര വരികയാണ്, 49.5ന്റെ 24.25 എടുക്കണം. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ 24.25 എടുക്കാം. 24.25 ഒരു ദിവസം നിർത്ത് എന്ത് ചെയ്തു, 24.25 എടുത്തു. ഏതില് കറക്റ്റായിട്ട് വെർനിയർ 0 കറക്റ്റായിട്ട് ഇതിനോട് 24.25 കറക്റ്റായിട്ട് സൈഡ് ചെയ്യുന്നമായിരിക്കും എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, ഒരു ലൈൻ വരയ്ക്കണം. ഇത് ഏതാണ് ആക്ച്വലി ഈ ലൈന്, ഇത് ലെയ്ത്തിന്റെ സ്വിൻഡിലിന്റെ സെൻട്രൽ ലൈനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, വീണ്ടും ഇതിൽ എന്ത് ചെയ്യണം, നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് എക്സെൻട്രിസിറ്റിയും കൂടി മാർക്ക് ചെയ്യണം. അതിന് നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി തിരിച്ചു വെച്ചിട്ട് നമ്മളൊരു സെൻട്രൽ ലൈനും കൂടി മാർക്ക് ചെയ്യണം. അതിലാണ് നമുക്ക് എക്സെൻട്രിസിറ്റി വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഓക്കെ. അപ്പൊ ആക്ച്വലി എന്താണ്, നമുക്ക് ആക്ച്വലി ഈ ക്യൂബിന്റെ സെൻട്രൽ ലൈൻ ഏതെവിടെയാണ്, ലെയ്ത്തിൽ പിടിപ്പിക്കുമ്പോൾ ലെയ്ത്തിന്റെ സെൻട്രൽ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വലി ഇതിൽ എസെൻട്രിസിറ്റി മാർക്ക് ചെയ്യണം. എസെൻട്രിസിറ്റി എത്രയാണ്, 10 mm ആണ് എസെൻട്രിസിറ്റി. സോ എസെൻട്രിസിറ്റി മാർക്ക് ചെയ്യുക. സ്റ്റോപ്പ്. 24.25 കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്യേണ്ടത്, 10 mm കൂടി ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ എസെൻട്രിസിറ്റി. ആ എസെൻട്രിസിറ്റി നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എസെൻട്രിസിറ്റി മാർക്ക് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലൈൻ പോയിന്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് കിട്ടി. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ എസെൻട്രിക് ബോസിന്റെ സെൻട്രൽ ലൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, മെഷീൻ ചെയ്യാൻ ഈ എസെൻട്രിക് ബോസിന്റെ സെൻട്രൽ ലൈൻ എന്താവണം, നമ്മുടെ ലെയ്ത്തിന്റെ സെൻട്രൽ ലൈനായിട്ട് നമുക്ക് കോയിൻസൈഡ് ചെയ്ത് വരണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫോർജോ ചാക്കിൽ ഈ വർക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു സെന്റർ പഞ്ച് എടുത്തിട്ട് നമ്മുടെ എസെൻട്രിക് ബോസിന്റെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. പിന്നെ അതിന്റെ ശേഷം നമ്മുടെ എസെൻട്രിക്കിന്റെ ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നോക്കൂ, നമ്മുടെ ആക്ച്വലി നമ്മൾ അപ്പോൾ 2 സെന്റർ പോയിന്റ് കിട്ടി. ഏതാണ് ആദ്യത്തെ, ഇത് സെന്റർ ആക്ച്വലി ബ്ലോക്കിന്റെ സെന്റർ ലൈൻ. ഓക്കെ, ഈ ക്യൂബിന്റെ സെൻട്രൽ ലൈനാണ് അത്. അതിൽ നമ്മളൊരു പഞ്ച് ചെയ്തു. ഓക്കെ, പിന്നെ അടുത്തത് ഏതാണ്, എസെൻട്രിക് ബോസിന്റെ സെൻട്രൽ ലൈൻ. അതായത് എസെൻട്രിക് ബോസ് എന്തായിരിക്കണം, മെഷീൻ ചെയ്യുന്ന സമയത്ത് സ്പിൻഡിൽ, അതായത് ലെയ്ത്തിന്റെ സ്പിൻഡിലിന്റെ സെൻട്രൽ ലൈനോട് മാച്ച് ആവണം. ഇതാണ് നമ്മൾ
സ്പിൻഡിലിൻ്റെ സെൻട്രൽ ലൈനോട് മാച്ച് ആകുന്ന ആ ബോസ്. ഓക്കെ, ആ ബോസിൻ്റെ സെൻട്രൽ ലൈൻ. അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഒഡിലേക്ക് കാലിപ്പറിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ 24.817 അല്ലേ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ 25 നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വർക്കിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ 12.5 എടുക്കുക. ഒഡിലേക്ക് കാലിപ്പറിൽ 12.5 എടുക്കുക. ഓക്കെ, 12.5 എടുക്കുക. 12.5 എടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മൾ നോക്കൂ. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് 24.817, അതായത് 25-നേക്കായി കുറച്ച് താഴെയാണ്. അപ്പോൾ 25-ൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ഏതിലാണ് സർക്കിൾ വരയ്ക്കേണ്ടത്? ബോസിൻ്റെ എസെൻട്രിക് ബോസിൻ്റെ സെൻറ്റർ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വർക്കിന് ഫോർജോ ചക്കിൽ ഈ സർക്കിളിനോട് മാച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സെറ്റ് അത് നമുക്ക് ലേത്തിൽ നോക്കാം. ഈ ഒഡിലെ കാലിബറിൽ നമ്മളൊരു ഔട്ട്ലൈൻ വരച്ചു, 25 mm ഡയമീറ്ററിൽ ഒരു ഔട്ട്ലൈൻ വരച്ചു. എസെൻട്രിക് ബോസിൻ്റെ ഔട്ട്ലൈനാണത് കേട്ടോ. അപ്പോൾ അത് വരയ്ക്കുക. അത് വരച്ചെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലേത്തിൽ കൊണ്ട് പിടിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലേത്തിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ നോക്കുക നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ അവിടെ പറഞ്ഞില്ലേ, ക്ലാസ്സിൽ ഞാൻ അവിടെ പറഞ്ഞു തന്നില്ലേ, എന്താണ് നമ്മൾ V-ടൂളാണ് ഉപയോഗിക്കേണ്ടത്. 60 ഡിഗ്രിയുള്ള V-ടൂളാണ് ഉപയോഗിക്കുന്നത്. ആ V-ടൂൾ എന്ത് ചെയ്യണം, നമ്മുടെ ടെയിൽ സ്റ്റോക്ക് സെന്ററിനോട് മാച്ച് ചെയ്യുക. ഏത് ടൂളിന്റെ ടിപ്പ്. ഓക്കെ, അങ്ങനെ കറക്റ്റായി മാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ടൂളിനെ കറക്റ്റായി ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഫുൾ ടൈറ്റ് ആയിരിക്കണം ടൂളിട്ട്. കാരണം എന്താണ്, ആദ്യം ചിലപ്പോൾ ജോൾട്ടിങ് വരും. കാരണം എന്താണ്, ക്യൂബല്ലേ, ചെറിയ ജോൾട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ആ ജോൾട്ടിൽ നമ്മുടെ ടൂള് കറക്റ്റായിട്ട് അതിൽ സ്ട്രോങ് ആയിട്ടിരിക്കണം. അപ്പം നന്നായി ഫുൾ ടൈറ്റ് ആക്കുക ടൂളിന്. നല്ല ടൈറ്റ് ആക്കുക കേട്ടോ, നല്ല ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കിയ ശേഷം പിന്നെ നമ്മൾ നോക്കൂ, പിന്നെ എന്താ നെക്സ്റ്റ് എന്താണ് നമ്മുടെ വർക്കിനെ നമുക്ക് എസെൻട്രിക് ആയിട്ട് പിടിക്കണം. ഓക്കെ, എസെൻട്രിക്. ആ ബോസ് എത്ര ആയിരിക്കണം, നമുക്ക് ഒരു 8 mm എസെൻട്രിസിറ്റി കിട്ടത്തക്ക വിധത്തിൽ. അതായത് ഈ ബോസിന് 8 mm എസെൻട്രിസിറ്റി വരത്തക്ക വിധത്തിലായിരിക്കണം സെറ്റിങ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ തൽക്കാലം നമ്മളൊക്കെ അവിടെ പിടിക്കാം. തൽക്കാലം അവിടെ പിടിച്ച ശേഷം ഇപ്പം നമ്മൾ അതിനെ പിടിപ്പിച്ചു, ഫോർജോ ചക്കിൽ പിടിപ്പിച്ച ശേഷം നമുക്കിതിനൊരു എളുപ്പപ്പണിയുണ്ട്. നോക്കിക്കോളൂ, ഒന്ന് നമുക്ക് ചുറ്റി നോക്കാം. രണ്ടാമത് നോക്കൂ, നമ്മുടെ ടെയിൽ സ്റ്റോക്കിനെ കൊണ്ടുവന്നിട്ട് നമ്മളതിൽ മുട്ടിച്ച് നോക്കി എന്താണ് അതിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കുറേ കൂടി എളുപ്പം കിട്ടും. നമ്മുടെ ടെയിൽ സ്റ്റോക്കിനെ നേരെ കൊണ്ടുവന്നിട്ട് കണ്ടോ, ഈ അതായത് ലെയ്ത്തിന്റെ സെന്റർ ലൈനും ടെയിൽ സ്റ്റോക്കിന്റെ സെന്റർ ലൈനും എന്താണ്, ഒന്നാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് ബട്ട് അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഈ ക്രാങ്ക് ബോസ്, അതായത് ക്രാങ്കിന്റെ ബോസിന്റെ സെന്റർ ലൈൻ ഇതാണ്. നോക്കൂ, ഇതാണ്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ടെയിൽ സ്റ്റോക്ക് സെന്റർ ലൈനിലേക്ക് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് എന്താണ്, ലെയ്ത്തിന്റെ സ്പിൻഡിലിന്റെ സെന്റർ ലൈനിലേക്ക് കൊണ്ടുപോകുക. അതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, അടുത്തോളൂ നോക്കൂ, എന്താണ് കണ്ടോ. അപ്പൊ നമ്മുടെ എസെൻട്രിക് ബോസ് എവിടെ വരേണ്ടത്, ഇറ്റ് ഷുഡ് ദാറ്റ് സെന്റർ പോയിന്റ് ഷുഡ് കോയിൻസൈഡ് വിത്ത് ദി ആക്സിസ് ഓഫ് ദ സ്പിൻഡിൽ. ഓക്കെ, സ്പിൻഡിലിന്റെ സെന്റർ ലൈനോട് ആക്സിസ് ആണ്. അപ്പൊ കണ്ടോ, ഏകദേശം ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കിക്കോളൂ, ഈ ജോയിനെ ടൈറ്റ് ചെയ്യുക. ഈ ജോയിനെ ടൈറ്റ് ചെയ്തിട്ട് ആ ജോയിനെ സ്ലാക്ക് ചെയ്യുക. ഈ ജോയിനെ സ്ലാക്ക് ചെയ്യുക. ഓക്കെ, ഈ ജോയിനെ കുറച്ച് സ്ലാക്ക് ചെയ്യുക. സ്ലാക്ക് ചെയ്ത ശേഷം ഈ ജോയിനെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ്, അത് കറക്റ്റ് സെന്ററിലേക്ക് നീങ്ങി വരും. കണ്ടോ, കണ്ടോ, അങ്ങനെ നീങ്ങി വരും. കണ്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, കുറച്ച് താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ജോയിനെ സ്ലാക്ക് ചെയ്യുക. ഈ ജോയിനെ സ്ലാക്ക് ചെയ്യുക, എന്നിട്ട് ഈ ജോയിനെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, കറക്റ്റ് സെന്ററിലേക്ക് കറക്റ്റ് ആയിട്ട് വരും. അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ ശരിയായി. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ശരിയായിട്ടുണ്ട്. ഇപ്പോഴും കറക്റ്റ് അല്ല, പൂർണ്ണമായിട്ട് കറക്റ്റ് അല്ല. ഇനി എന്താണ് നമുക്ക് വേണ്ടത്, കുറച്ചും കൂടി നീക്കാനുണ്ട്. ഓക്കെ, കുറച്ചും കൂടി നീക്കാനുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അപ്രോക്സിമേറ്റ് സെന്ററായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതിന് കുറച്ചും കൂടി ഇത് തന്നെ വെച്ചിട്ട് കറക്റ്റ് ചെയ്തോളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സർഫസ് ഗേജ് വെച്ചിട്ട് ഫൈനൽ സെറ്റ് ചെയ്യുക കേട്ടോ. സർഫസ് ഗേജ് വെച്ചിട്ട് ഫൈനലായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം അങ്ങോട്ട് സെൻട്രൽ ലൈൻ ആയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം സെൻട്രൽ ലൈൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ടെയിൽ സ്റ്റോക്കിന് ബാക്കിലേക്ക് വലിക്കുക. ടെയിൽ സ്റ്റോക്കിന് ബാക്കിലേക്ക് വലിച്ചിട്ട് സർഫസ് ഗേജ് കൊടുന്ന് വയ്ക്കുക. സർഫസ് ഗേജ് കൊടുന്ന് വയ്ക്കുക. സർഫസ് ഗേജ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോക്കൂ, ഈ 25 സർക്കിൾ ഉണ്ടല്ലോ, ആ 25 സർക്കിളിനോട് നമ്മൾ കോയിൻസൈഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. എക്സാമിനേഷൻ ഇത് കറക്റ്റായിട്ടൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ആ റീഡിങ് കറക്റ്റ് ആവുള്ളൂ, എസെൻട്രിസിറ്റി ഒക്കെ കറക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ വെക്കണം. ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. സെക്കൻഡ് റൊട്ടേറ്റ്, കൈ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കാണാം കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവും. ആ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യുന്നു, ചക്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിനെ കുറച്ചും കൂടി സ്ലാക്ക് ചെയ്യുക. ഈ ചക്കിനെ കുറച്ച്, ചക്കിൻ്റെ ജോയിനെ കുറച്ച് സ്ലാക്ക് ചെയ്യുക. സ്ലാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിനെ കുറച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ കുറച്ചും കൂടി തിരിച്ചു വെക്കാം. കണ്ടോ,
പോരാ, ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട്. ഓക്കെ, ഇത് കുറച്ച് ഇതിന് എന്താണ് കുറച്ച് ഇങ്ങോട്ട് നീക്കണം, കുറച്ച് ഇങ്ങോട്ട് നീക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ കറക്റ്റായിട്ട് സെൻട്രൽ ലൈനിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. അതിൻ്റെ കണ്ട സർഫസിൻ്റെ ആ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോഴും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതിനങ്ങോട്ട് നീക്കണം. ഓക്കെ, കുറച്ചും കൂടി ഇനി നമ്മൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഏകദേശം ശരിയായിട്ടുണ്ട്, എന്നാലും പെർഫെക്റ്റ് ആയിട്ടില്ല. പെർഫെക്റ്റ് ആവാൻ ഇനി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കൂടി ആവശ്യമുണ്ട്. എന്താണ് വേണ്ടത്? ഈ ജോയിന് കുറച്ച് സ്ലാക്ക് ചെയ്യുക, വളരെ കുറച്ച് കേട്ടോ, വളരെ കുറച്ച് സ്ലാക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ കഴിക്കുക. ഓക്കെ, ഏകദേശം ശരിയായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കാം. ലേശം കൂടി പോകാനുണ്ട്. ലേശം കൂടി ഇതിന് നമ്മൾ ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് സ്ലാക്ക് ചെയ്യുക. ഇതിന് ടൈറ്റ് ചെയ്യുക. ഓക്കെ, നോക്കാം. ചെറുതായിട്ട് ഇനി ലേശം കൂടി പോകാനുണ്ട്. അപ്പോൾ ഇതിന് ലേശം കൂടി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ലേശം കൂടി പോകാനുണ്ട്, അതും കൂടി കറക്റ്റ് ചെയ്യുക. ഓക്കെ, ലേശം. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇതിനോട് കറക്റ്റായിട്ട് നമ്മുടെ സ്ക്രൈബറിനെ കറക്റ്റായി കൊണ്ടുവയ്ക്കുക. ഓക്കെ, സെറ്റ് നോക്കാം. അപ്പോൾ ഇനി ലേശം കൂടി വ്യത്യാസമുണ്ട്. എന്താണ്? ഈ ജോ കുറച്ചും കൂടെ മുകളിലേക്ക് പോയിരുന്നു. ഇനി എന്താണ്? ഈ ജോ ലേശം വ്യത്യാസം വേണ്ടത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി കറക്റ്റായി. ഏകദേശം 100.25 mm ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം? അതിനും കൂടി കറക്റ്റ് ചെയ്യണം. ഓക്കെ, ചുറ്റി നോക്കുക, കറക്റ്റായിട്ട് ചുറ്റി നോക്കുക. 0.25 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കറക്റ്റ് ആക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വർക്ക് എന്താണ്? നമ്മുടെ ടൂൾ സെറ്റ് ചെയ്തു ഇല്ലേ? ടൂൾ ഏതാ സെറ്റ് ചെയ്തത്? സെൻട്രൽ ലൈൻ കറക്റ്റായിട്ട് ടൂൾ സെറ്റ് ചെയ്തു. ഒരു V ടൂളാണ്, 60 ഡിഗ്രി കട്ടിങ് എഡ്ജുള്ള കട്ടിങ്, ദാറ്റ് ഈസ് ടൂൾ ആംഗിളുള്ള ഒരു കട്ടിങ് ടൂളാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ബോസ് ഉണ്ടാക്കണം. ആ ബോസിന്റെ സെൻട്രൽ ലൈൻ നമ്മൾ കറക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ സെൻട്രൽ ലൈൻ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സൈഡ് ഫേസ് ആവണം, ഒരു സൈഡ് പ്ലെയിൻറ്റൈനിങ് ചെയ്യണം. അങ്ങനെ വരേണ്ടത്. അപ്പോൾ നമ്മളൊരു 60 ഡിഗ്രി ടൂൾ വെക്കുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഈ പുറത്ത് പെർപെൻഡിക്കുലറിന് 15 ഡിഗ്രി ക്ലിയറൻസ് കിട്ടും, ഈ പുറത്തുനിന്നും ഹൊറിസോണ്ടൽ ലൈനിൽ 15 ഡിഗ്രി ക്ലിയറൻസ് കിട്ടും. ആ പോയിന്റ് പോയിട്ട് കറക്റ്റായിട്ട് ആ നെക്ക് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആദ്യം. പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഒന്നും കൂടി വെരിഫൈ ചെയ്യാം, നമ്മുടെ വർക്ക് ഫുൾ ടൈറ്റ് ആണോ. യെസ്, വർക്ക് ഫുൾ ടൈറ്റ് ആണോ നോക്കുക. ഓക്കെ, വർക്ക് ഫുൾ ടൈറ്റ് ആണോ നോക്കുക. പിന്നെ നമ്മുടെ വർക്ക് ടൂള് ഫുൾ ടൈറ്റ് ആണോ നോക്കുക. ടൂൾ ഫുൾ ടൈറ്റ് ആണോ എപ്പോഴും നോക്കണം. ടൂളും വർക്ക് എപ്പോഴും റിജിഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ടൂൾ പോസ്റ്റ് ടൈറ്റ് ആണോ നോക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ലോ സ്പീഡിൽ അങ്ങനെ ചെറിയ തോതിൽ കട്ട് ചെയ്യുക കേട്ടോ. ചെറിയ തോതിൽ അങ്ങനെ കട്ട് ചെയ്യുക.
എത്രയാണ്? 5 mm ബേസ് ചെയ്ത് കളയണം. 5 mm ബേസ് ചെയ്ത് കളയണം. ആണ്. ആ ബോസിന്റെ ഹൈറ്റ് എത്രയാണ്? 5 mm ആണ്. ക്രാങ്ക് ബോസിന്റെ ഹൈറ്റ് 5 mm കേട്ടോ. ഏകദേശം 2.5 mm ആയി. നമ്മളൊരു 5 mm ആവട്ടെ. ഏകദേശം ഒരു 3 mm ആയി. ഓക്കെ, 3 mm ആയി. ഇനി നമ്മൾ കുറച്ചും കൂടി ഫേസ് ചെയ്യുക. ഫേസിങ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഫേസിങ് ചെയ്തിട്ടാണ് നമ്മൾ ആ ബോസിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഏകദേശം ഇപ്പോൾ നമുക്ക് 5 mm ബോസായി ഏകദേശം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിനി ഇപ്പോൾ ഈ വെർനിയർ കാലിപ്പറിൽ നമ്മൾ എന്താണ് 24.817 ആണ് നമ്മുടെ സൈസ്. അപ്പോൾ 24.9 നമ്മൾ വെർനിയർ കാലിപ്പർ എടുക്കും. അത് നമ്മുടെ കയ്യിൽ കയറാൻ പാടില്ല. ഓക്കെ, 24.9 അത് വെർനിയർ കാലിപ്പർ അതിൽ കയറാൻ പാടില്ല. പിന്നെ ലാസ്റ്റ് കട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്നാപ്പ് ഗേജ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ 24.9 കയറുന്നില്ല. ഓക്കെ, നമ്മുടെ സൈസ് എത്രയാണ്? 24.817 ആണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു? കുറച്ചൊരു ഡെപ്ത് നോക്കാം. ആക്ച്വലി എങ്ങനെയാണ് നമ്മൾ ഡെപ്ത് നോക്കുക? ഒരു വെർനിയർ കാലിപ്പറിനെ വെച്ചിട്ട് നമ്മൾ ഈ ഹൈറ്റ് നോക്കുക കേട്ടോ. ആ ഹൈറ്റ് 5 ആക്കുക. കറക്റ്റായിട്ട് 5 mm ആക്കുക. നോക്കൂ, നമ്മളിതിന്റെ ഈ ബോസ് ഇപ്പൊ എത്രയാണ്? ആക്ച്വലി 5 mm ആണ് ഇത് ബോസിന്റെ ഹൈറ്റ്. ഡയമീറ്റർ എത്രയാണ്? 24.817. 24.817. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ വെർനിയർ കാലിപ്പർ 817 ഒന്നും നമുക്ക് വെർനിയർ കാലിപ്പറിൽ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 24.9 നമ്മൾ എടുക്കുകയാണ്. 24.9 വെർനിയർ കാലിപ്പറിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട് എടുക്കണം. ഓക്കെ, 24.9 ആണ് കേട്ടോ. എടുക്കുക, ഔട്ട് എടുക്കുക. എന്നിട്ട് അതിന് കറക്റ്റ് ചെയ്യുക. ആദ്യം 24.9ലേക്ക് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ആണ് സ്നാപ്പ് ഗേജ് ഇട്ടിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 24.9 ശരിയാണോ നോക്കാം. 24.9 കുറച്ചും കൂടി പോകാണ്ടായിരിക്കും. ഓക്കെ, 24.9 ആക്കാം. ഒന്നുകൂടി കറക്റ്റായിട്ട് മെഷർ ചെയ്യുക. 24.9 ആവാറായി. കുറച്ചും കൂടി ടൈറ്റിൽ ഇറക്കരുത്. ഷുഡ് ബി ഫ്രീ. ദാറ്റ് ആക്ച്വലി എന്താണ്? വെർനിയർ കാലിപ്പർ അങ്ങനെ ജസ്റ്റ് സ്ലിപ്പ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങണം. അത്രയ്ക്കാം. ലോഡ് ചെയ്തിട്ട് ഇറക്കാനേ പാടില്ല. ഓക്കെ, 24.9 ബോസിനെ കറക്റ്റ് ഡയമീറ്റർ ഔട്ട് സൈഡ് ഡയമീറ്റർ ഇറക്കാം. നമുക്ക് വേണ്ടത് എത്രയാണ്? 24.817. ഓക്കെ, അത് സ്നാപ്പ് ഗേജ് വെച്ചിട്ട് വേണം ചെക്ക് ചെയ്യാൻ. ഓക്കെ, പോകാനുണ്ട്. ആയി. ഓക്കെ, 24.9 അങ്ങനെ കറക്റ്റായിട്ട് ജസ്റ്റ് സ്ലിപ്പായിട്ട് ഇറങ്ങി. ഓക്കെ, ലോഡ് ചെയ്ത് ഇറക്കരുത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 24.817 ആണ്. ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്? 24.817. അപ്പൊ ഇതിൽ നോക്കൂ, ഈ ഗേജിൽ എന്താണ്? ഗോ എന്ന് പറയുന്നത് എന്താണ്? 24.817 ആണ്. ഓക്കെ,
00 ക്ലിയറൻസ്. അതിൽ പെർമിറ്റഡ് ടോളറൻസ് എത്രയാണ്? 13 മൈക്രോൺ, 0.013 mm. ഓക്കെ, അതായത് 13 മൈക്രോൺ ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഗോ എത്രയാണ്? 24.817. 24.817 കയറണം. ഓക്കെ, എന്നാലോ അതിന്റെ ഡയമീറ്റർ കുറച്ച് കുറയാം. എത്രയാണ്? 13 മൈക്രോൺ കുറയാം. ഓക്കെ, അപ്പോൾ ഈ ഗേജിന്റെ ഗോ സൈഡ്, ഫ്രണ്ട് എൻഡ് ഗോ സൈഡ് കയറണം, നോ ഗോ സൈഡ് കയറാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഗോ സൈഡ് കയറി, നോ ഗോ സൈഡ് കയറാൻ പാടില്ല, അവിടെ വന്ന് നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കോളൂ. ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് നമ്മൾ അതിലെടുത്ത ഇതിന്റെ ഈ ഗേജിന്റെയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ നമ്മൾ അതിൽ കണ്ടത്. ആക്ച്വലി എന്താണ്? 24.9 നിന്ന് ചെറിയൊരു മൈക്രോൺ, ഒരു 5-6 മൈക്രോൺ അതിൽ കുറയണം, മെഷീൻ ചെയ്ത് കളയണം. പക്ഷെ അല്ലാണ്ട് നമ്മുടെ നോ ഗോ ഗേജ് കറക്റ്റായി വരികയാണ്. ഓക്കെ, അപ്പോൾ അതിലത്തെ ചെറിയ എററിൻ്റെയും പറഞ്ഞൊരു കാര്യപ്പറായിരിക്കാനാണ് അതിന് ചാൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വേണ്ടത്? നമ്മുടെ ഗോ സൈഡ് കയറണം, ഗോ സൈഡ് കയറണം, നോ ഗോ സൈഡ് കയറാൻ പാടില്ല, അങ്ങനെ നിൽക്കണം. ഓക്കെ, ഗോ സൈഡ് കയറണം. ഓക്കെ, നോ ഗോ സൈഡ് കയറരുത്. അതാണ് അതിൻ്റെ സൈസ് കേട്ടോ.